ജപ്പാൻ കുടിവെള്ളം മൊത്തം സർക്കാർ ഉണ്ടാക്കി വെച്ചേക്കും. പൊടി കാണുന്നുണ്ടോ നിങ്ങൾ ലൈവായിട്ട്? ജനങ്ങൾക്ക് മൊത്തം ദുരിതമായല്ലാണ്ട് വേറെ ഒന്നുമില്ല. ജനങ്ങൾ സാധാരണ പൈപ്പ് ഇട്ട പഞ്ചായത്തിൻ്റെ പൈപ്പ് ഉണ്ടായിരുന്നു, അതുവരെ പൊട്ടിച്ച് കളഞ്ഞേക്കുന്നു. ഇത് കുറച്ച് ഒരു അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ ഇത് അലർജി പോലെ ചൊറിച്ചിലൊക്കെ ഉണ്ടാവും. ജനങ്ങൾക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നതെങ്കിൽ അത് ചെയ്യുമ്പോൾ അത് വൃത്തിയായിട്ട് എത്രയും പെട്ടെന്ന് ചെയ്ത് വെച്ചാൽ ജനങ്ങൾക്കൊരു ദ്രോഹമല്ലേ, ഇത് ദ്രോഹമല്ലേ. ജപ്പാൻ കുടിവെള്ളം പദ്ധതി എന്ന് പറഞ്ഞ് ചെമ്പേലിൽ മൊത്തം കുഴി മാന്തി വെച്ച് ഈ ജനങ്ങൾക്ക് ജീവിക്കാനും പറ്റിയ നാരങ്ങ വെള്ളം വരെ കുടിക്കാൻ പറ്റുന്നില്ല. അതിൽ വരെ പൊടിയാണ്. ഇതിൽ രാവിലെ വന്ന് ഇച്ചിരി പച്ചവെള്ളം നനയ്ക്കുന്നു, വൈകുന്നേരം വന്ന് ഇച്ചിരി പച്ചവെള്ളം നനയ്ക്കുന്നു. ഈ ഭൂമി ജീവിക്കണ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. സുഖമായിട്ട് ജീവിക്കാൻ ആ പ്ലാനെങ്കിൽ ജനിക്കാതിരുന്നാൽ മതി. ചെമ്പേരി ടൗണിൽ പൈപ്പ് ലൈൻ സ്ഥാപിച്ചതിന് പിന്നാലെ പ്രദേശവാസികൾ നേരിടുന്ന പ്രശ്നങ്ങൾ ദിനംപ്രതി രൂക്ഷമാവുകയാണ്. പൈപ്പ് ഇടുന്നതിനായി റോഡുകൾ പല ഭാഗങ്ങളിലും കുഴിച്ചിട്ടും പണികൾ പൂർത്തിയായതിനു ശേഷവും ശരിയായ രീതിയിൽ പുനരുദ്ധീകരിക്കാതാണ് പ്രധാന പ്രശ്നമായി ഉയർന്നത്. ഇതിൻ്റെ ഫലമായി ചെറിയ കാറ്റ് വീശിയാലും പൊടി ഉയർന്ന് പരിസരം മുഴുവൻ നിറയുന്ന സ്ഥിതിയാണ്. കടകളിലെത്തുന്ന ഉപഭോക്താക്കൾക്കും സമീപത്ത് താമസിക്കുന്നവർക്കും ഇത് വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത്. ശ്വാസകോശ സംബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഇത് കാരണമാകുമെന്നാണ് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത്. റോഡുകളുടെ അവസ്ഥ മോശമായതിനാൽ വാഹന ഗതാഗതവും ഗുരുതരമായി ബാധിച്ചിട്ടുണ്ട്. റോഡ് ഇടുങ്ങിയ നിലയിൽ തുടരുന്നതിനാൽ എതിർദിശയിൽ വരുന്ന വാഹനങ്ങൾക്ക് സൈഡ് നൽകാൻ പോലും കഴിയാത്ത സാഹചര്യമുണ്ട്. ഇതുവഴി പലപ്പോഴും ഗതാഗത കുരുക്കുണ്ടാവുകയും അടിയന്തര സേവന വാഹനങ്ങൾക്ക് പോലും സഞ്ചരിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും ചെയ്യുന്നു. മഴ പെയ്യുമ്പോൾ സ്ഥിതി കൂടുതൽ ദയനീയമാകും. കുളിച്ചിട്ട ഭാഗങ്ങളിൽ വെള്ളം കെട്ടി നിൽക്കുകയും ചളി രൂപപ്പെടുകയും ചെയ്യുന്നതോടെ പാദയാത്രക്കാർക്കും ഇരുചക്ര വാഹന യാത്രികർക്കും അപകട സാധ്യത ഉയരുന്നു. പൈപ്പ് ലൈൻ പൈകൾ ആരംഭിക്കുമ്പോൾ തന്നെ സമയബന്ധിതമായി പൂർത്തിയാക്കി റോഡുകൾ പുനരുദ്ധീകരിക്കുമെന്ന് അധികൃതർ ഉറപ്പു നൽകിയതെങ്കിലും ഇത് പാലിക്കാതിൽ നാട്ടുകാർ പ്രതിഷേധം ശക്തമാകുന്നു. വ്യാപാരികളും ദിവസേന നഷ്ടം നേരിടുന്നുവെന്ന് പരാതിപ്പെടുന്നു. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അടിയന്തര നടപടി സ്വീകരിച്ച് റോഡുകൾ ശരിയാക്കണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നു. ചെമ്പേരിയെ സംബന്ധിച്ച് ഭയങ്കര ഒരു റോഡ് ഒന്നാമത് ഇവിടെ വീതി കുറവുള്ള സംഭവമാണ്. പിന്നെ ഭയങ്കര ട്രാഫിക് ബ്ലോക്ക്. പിന്നെ പൊടി എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം 2-3 പ്രാവശ്യം നനയ്ക്കുന്നുണ്ട്. പക്ഷേ നന കൊണ്ടൊന്നും കാര്യമില്ല. എന്നുവെച്ചാൽ ഒന്ന് നനച്ചൊരു 2 അല്ല 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് അതേപോലെ അതിനെക്കഴിഞ്ഞാൽ കൂടുതൽ പൊടിയാവുകയാണ്. വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതാണ്. പക്ഷേ ഇവർ ശാസ്ത്രീയമായിട്ട് ചെയ്യേണ്ടതായിരുന്നു. ആദ്യമാദ്യം ചെയ്യുന്നതനുസരിച്ച് അവിടെ തന്നെ അത് ഈ മണ്ണെടുത്ത് മാറ്റിയിട്ട് അവിടെ മിറ്റിലിട്ട് അങ്ങനെ ചെയ്യുവാണെങ്കിൽ നനച്ചു കൊടുക്കുമ്പോൾ ഈ പൊടി സാധനങ്ങളൊക്കെ ഒഴി അതിൻ്റെതൊക്കെയായി ഒരു പൊടിക്കൊരു പരിഹാരമാകും. ഇതിപ്പം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു പ്രഹസനം. എന്നുവെച്ചാൽ നമുക്ക് അതുകൊണ്ടൊരു ഗുണമില്ല. മാത്രമല്ല ഞാനൊരു വ്യാപാരിയാണ്. അപ്പം നമ്മളെ സംബന്ധിച്ച് ഇവിടെ വരുന്ന നമുക്കും ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിനെല്ലാം ഭയങ്കര അസ്വസ്ഥത ഉണ്ടാക്കുന്ന സംഭവമാണ് ഇത് കുറച്ച് ഒരു അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ ഇത് അലർജി പോലെ ചൊറിച്ചിലൊക്കെ ഉണ്ടാവും. ഭയങ്കര ഇറിറ്റേഷനാണ്. വേനൽക്കാലത്തായതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു തരത്തിൽ സഹിക്കാൻ പറ്റുന്നതല്ല. പക്ഷേ ഇതിനൊരു പരിഹാരം ഇതുവരെ നിലവിലാകുന്നില്ല, ആയിട്ടില്ല. അതാണ് പ്രശ്നം. ജപ്പാൻ കുടിവെള്ളം പദ്ധതി എന്ന് പറഞ്ഞ് ചെമ്പേലിൽ മൊത്തം കുഴി മാന്തി വെച്ച് ഈ ജനങ്ങൾക്ക് ജീവിക്കാനും പറ്റിയ നാരങ്ങ വെള്ളം വരെ കുടിക്കാൻ പറ്റുന്നില്ല. അതിൽ വരെ പൊടിയാണ്. ഇതിൽ രാവിലെ വന്ന് ഇച്ചിരി പച്ചവെള്ളം നനയ്ക്കുന്നു, വൈകുന്നേരം വന്ന് ഇച്ചിരി പച്ചവെള്ളം നനയ്ക്കുന്നു. എന്തോന്നാണ് ഇത്? ബാക്കിയുള്ളവർക്ക് ജീവിക്കേണ്ടത്? ശ്വാസകോശ രോഗം ഒറ്റ വർഷം കൊണ്ട് ഇവിടുത്തെ ജനസംഖ്യ കുറഞ്ഞു പോകും. കാരണം ഇവിടുത്തെ വരുന്നവരെല്ലാവരും ഈ പൊടി കാണുന്നുണ്ടോ നിങ്ങൾ ലൈവായിട്ട്? പൊടി കാണുന്നുണ്ടോ? ഈ പൊടി തേച്ച് ഇങ്ങനെ വായു തേച്ച് നമ്മൾ വലിച്ചു കയറ്റുന്നു. ഇതിൽ എന്താ ഉത്തരം? ജപ്പാൻ കുടിവെള്ളം മൊത്തം സർക്കാർ ഉണ്ടാക്കി വെച്ചേക്കുന്നു. ഇന്നിപ്പോൾ അടുത്ത മഴക്കാലം വരുന്നത് 2 മാസം കഴിഞ്ഞാൽ മഴയായി. കുടിവെള്ളം അത്യാവശ്യ ഒരു ഘടകമാണ്. പക്ഷേ അതിൻ്റെ ഭാഗമായിട്ട് നടന്ന ഈ ഒരു സംഭവം പെട്ടെന്ന് റോഡിൻ്റെ പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇത്രയും വലിയ പൈപ്പിൽ വെള്ളം പറഞ്ഞാൽ അറബിക്കടലിലെ വെള്ളം നേരിട്ട് വരണം, എന്നാലും ഇത്രയും പൈപ്പ് നിറയുള്ളൂ. ഇവർ എവിടുന്ന് വെള്ളം കൊണ്ടുവരാനാണ് ഇത്? പഴശ്ശി ഡാമിൽ ഇത്രയേ വെള്ളമുള്ളൂ. അത് നമ്മൾ പഴശ്ശി ഡാമിൽ പോയി കണ്ടിട്ടുണ്ട്. പിന്നെ അറബിക്കടലിൽ നിന്ന് മൊത്തം വെള്ളം അടിച്ചാലും ഈ പൈപ്പ് മൊത്തം നിറയുകയല്ല. ഇത്രയും വലിയ പൈപ്പിൻ്റെ അകത്ത് ഒരു ബാരൽ പൈപ്പ് വെള്ളം നിറയണമെങ്കിൽ ഏതാണ്ട് ഒരു 500 ലിറ്റർ വെള്ളം വേണം ഒരു പൈപ്പ് നിറയാൻ. അപ്പോൾ പിന്നെ അത്രയും മൊത്തം പൈപ്പിൽ എത്ര വെള്ളം വേണം ഇത്രയും റോഡിൽ കൂടെ നടക്കുന്നതിന്? ഇത്രയും വെള്ളം കേരളത്തിലുണ്ടോ എന്ന്? ഇല്ലേ ഇടുക്കി ഡാമിൽ നിന്ന് അതും പൊട്ടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടി വരും, എന്നാലേ ഈ ടാങ്ക് നിറയുള്ളൂ. ശരിയാണോ? ഇല്ലേ എവിടെന്നായി വെള്ളം കൊണ്ടുവരുന്നത്? സർക്കാർ ഇത് ഭൂമിയുടെ അടി കുറച്ച് പൈപ്പ് കുഴിച്ചിട്ടുണ്ട്, എന്തെങ്കിലും കാര്യമുണ്ടോ? ജനങ്ങൾക്ക് മൊത്തം ദുരിതമായല്ലാണ്ട് വേറെ ഒന്നുമില്ല. ജനങ്ങൾ സാധാരണ പൈപ്പ് ഇട്ട പഞ്ചായത്തിൻ്റെ പൈപ്പ് ഉണ്ടായിരുന്നു, അതുവരെ പൊട്ടിച്ച് കളഞ്ഞേക്കുന്നു. ഒരു ഭാഗത്ത് വെയിൽ, ഒരു ഭാഗത്ത് നമ്മളിപ്പോഴുള്ള ലോട്ടറി വിൽപ്പനക്കാരായാലും കളനട യാത്രക്കാർക്കായാലും നടക്കാൻ പറ്റാത്ത അവസ്ഥ. ഇപ്പോൾ ഒരു കടക്കാരായാലും ഒരു തുണിക്കടയായാലും ഏത് കടയായാലും തുറന്നു വെക്കാൻ പറ്റാത്ത അവസ്ഥയില്ലേ? നല്ലതിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ ഇത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അത് എത്രയും പെട്ടെന്ന് ചെയ്താൽ ജനങ്ങൾക്കൊരു ഉപകാരപ്രദമാകുന്ന രീതിയിൽ ചെയ്താൽ നല്ലതായിരുന്നു.
ജനങ്ങൾക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നതെങ്കിൽ അത് ചെയ്യുമ്പോൾ അത് വൃത്തിയായിട്ട് എത്രയും പെട്ടെന്ന് ചെയ്തു തീർത്താൽ ജനങ്ങൾക്കൊരു ദ്രോഹമല്ലേ, ഇത് ദ്രോഹമല്ലേ. ഇത് എത്രയും പെട്ടെന്ന് അധികാരികൾ ഇടപെട്ട് എത്രയും പെട്ടെന്ന് ഇത് പൂർത്തിയാക്കി തീരുണ്ടെങ്കിൽ ജനങ്ങൾക്കതൊരു ഉപകാരവും ഇല്ല, ഇത് ഉപദ്രവവും. ഈ പണി നല്ലതിന് വേണ്ടിയാണ് നടക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഇവിടുത്തെ ആളുകൾ നേരിടുന്നത് ഭയങ്കരമായിട്ട് പൊടിയാണ്. പൊടിയും അത് ഭയങ്കരമായിട്ട് ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടാൻ കാരണമുണ്ട്. അതിപ്പോൾ നിലവിൽ സത്യസമമായ കാര്യമില്ല. നേരിടുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഇത് ഒഴിവാക്കാൻ പറ്റുന്നതല്ലോ. ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയല്ലേ ഇത് ചെയ്യുന്നത്. ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്നതിനാണ് നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ട് സഹിക്കാതെ തരുമല്ലോ. എല്ലാവരും ബുദ്ധിമുട്ട് സഹിച്ചായി ഭൂമിയിൽ ജീവിക്കുന്നത്. ആരെങ്കിലും സുഖമായിട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ അവർ ദൈവത്തെ അറിയാല, ആ ജീവിതം കൊണ്ടിട്ട് അർത്ഥവും ഇല്ല. ഇതിന്റെ പണി പൂർത്തിയാകാതെ ഒരു ഗുരുതരപ്പിഴവല്ലേ? ഇത് പൂർത്തിയാക്കുക എന്നുള്ളത് എത്രയും വേഗം പൂർത്തിയാക്കുക എന്നല്ലാണ്ട് ഇത് അനുഭവിക്കാതെ തരവില്ല എപ്പോഴായിട്ടും. പിന്നെ ഇത് അങ്ങനെ നമ്മളങ്ങനെ ഒഴിവാക്കി നോക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും കൂടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. ഒഴിവാക്കാനുള്ളതും അല്ല, ഒഴിവാക്കാൻ പാടില്ല. കാരണം നമുക്ക് ജീവിതത്തിന് വെള്ളമില്ലാതെ ജീവിക്കാൻ പറ്റും. പിന്നെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടേ, ഈ ഭൂമി ജീവിക്കണേ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. സുഖമായിട്ട് ജീവിക്കാൻ ആ പ്ലാനെങ്കിൽ ജനിക്കാതിരുന്നാൽ മതി. നിലവിൽ ഈ പദ്ധതിയുടെ പ്രശ്നങ്ങളെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ആളുകൾ രംഗത്തുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ആളുകൾ നേരിടുന്നത് ഇവിടുത്തെ പൊടിയാണ്. ആ പൊടിയുടെ പ്രശ്നങ്ങൾ ഏറ്റവും വേഗത്തിൽ പരിഹരിക്കണമെന്നാണ് ഈ നാട്ടുകാരും ഇവിടുത്തെ പ്രദേശവാസികളൊക്കെ പറയുന്നത്. എന്തായാലും അതിനുവേണ്ട നടപടി എത്രയും പെട്ടെന്ന് സ്വീകരിക്കണമെന്നാണ് പറയാനുള്ളത്. ക്യാമറ പേഴ്സൺ ജിതിനൊപ്പം അതുൽ ബ്ലാത്തു, ഏജനറ്റ്.